ഹായ് മകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസു. അല്ല, അമ്മ എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു വെറൈറ്റി. അപ്പം അതെന്താണെന്ന് അറിയണ്ടേ? അതെ, കപ്പയ്ക്ക ചേർത്ത് പിണ്ടി അലുവ. അപ്പം അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? നിങ്ങളും കൂടെ വാ മക്കളെ. അതെ, പിണ്ടി അലുവായിക്ക് എടുത്ത സാധനങ്ങളായി ഇരിക്കുന്ന ഇത്രയും നോക്കിക്കേ. അമ്മ അവിടെ 3 കപ്പയ്ക്ക എടുത്തു കേട്ടോ. നമ്മൾ കൃഷിഭവനിൽ നിന്നൊക്കെ മേടിച്ച് നടുന്ന കപ്പയില്ലേ, ആ കപ്പയ്ക്കായത് കേട്ടോ. നമ്മുടെ സാധാ കപ്പയ്ക്കല്ല, അത് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ അമ്മ എടുത്തിരിക്കുന്ന ഈ കപ്പയ്ക്കയാണ്. അപ്പോൾ 3 കപ്പയ്ക്ക ഉണ്ട്. പാളാന്തോടം വാഴയുടെ പിണ്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ മക്കളെ. പാളാന്തോടം വാഴയുടെ പിണ്ടി, അതിന് നല്ല നീരും നല്ലതുമാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഉണ്ട് അമ്മ ഇത്രയും സാധനത്തിന് 2 കിലോ അരി അമ്മ പൊടിച്ച്, അമ്മ 2.5 കിലോ ശർക്കര എടുത്ത് പാനിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതെ 4 തേങ്ങ, അതിൻ്റെ പാലെടുക്കണം. പിന്നെ മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഏലക്ക, വെള്ള എള്ള്, ജീരകം, ചുക്കുപൊടി, നെയ്യ്, ഇത്രയും സാധനങ്ങൾ. പിന്നെ വാനില എസൻസ്. അപ്പോൾ ഇത്ര അമ്മ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ആദ്യമേ ഇതൊക്കെ അരിഞ്ഞ്, പിണ്ടി നമ്മൾ അരിഞ്ഞ് മിക്സിയിലാട്ടി ചാറെടുക്കും. പിന്നെ കപ്പയ്ക്ക അത് നമ്മൾ മിക്സിയിൽ നല്ല വൃത്തിയായിട്ട് ആട്ടി അതങ്ങ് ചേർക്കത്തേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതെല്ലാം ചേർത്ത് ഒരു അലുവയങ്ങ് എടുത്താലോ. അമ്മ ഈ പിണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ കൊത്തിയിട്ട് നമുക്ക് മിക്സിയിൽ ആട്ടാം. പിണ്ടി നീരിനകത്ത് നമുക്ക് ഇത് ചെയ്യാം. പിണ്ടി നീരെന്ന് പറയുന്നത് നല്ല സാധനമാണ്. അത് നമുക്ക് ശരീരത്തിൽ കല്ലിൻ്റെ അസുഖമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ലതാണ്. നമ്മുടെ കുടൽ ശുദ്ധിയാവാൻ നല്ലതാണ്. നമ്മുടെ കുടലിൽ മുടി, അഴുക്ക്, ഇതൊക്കെ നമ്മുടെ കുടലിലുണ്ടല്ലോ, അതെല്ലാം മേക്കപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പിണ്ടി. പിണ്ടി നമ്മൾ തോരൻ വെച്ചും ഒക്കെ അല്ലേ കൂട്ടുന്നോളൂ. ഇതൊരു അലുവ. ഇതാകുമ്പം നല്ല ഇതാണ്. അല്ലെന്ന് പറയുന്നത് നമ്മൾ എല്ലാം ചേർത്ത് വാറ്റി എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അലുവ പോലെ നമുക്കെടുക്കാം. അലുവ തന്നെ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ശരിയാക്കി ഒന്ന് കഴിച്ചു നോക്കേ എല്ലാവരും. നമ്മൾ വാഴ വെട്ടുമ്പോൾ എന്തുവാ, കൊലയും കൊണ്ട് അമ്പളിഞ്ഞു പോയി. ഈ നല്ല സാധനം നമ്മളെവിടെ ഇട്ടേക്കും? അയ്യത്തിട്ടേക്കും. ഇതിൻ്റെ ഗുണം എന്തുവാന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് കളയരുത്. കളയാതെ ഈ വാഴപ്പിണ്ടി എടുക്കണം. വാഴപ്പിണ്ടി എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും നമുക്ക് കഴിക്കാം. ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നത്. അതെ, അമ്മ കപ്പയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അരിയണം. ഇങ്ങനെ അരി നമുക്ക് മിക്സിയിലാക്കണം. നമുക്ക് മിക്സിയിലാട്ടി എടുക്കണം. ഇച്ചിരി ഇതിനു മുമ്പും അമ്മ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അന്നേരം അവർക്ക് ഇവിടെ അടുത്തുള്ളവരൊക്കെ കഴിച്ച് അവർക്കൊന്ന് ഇഷ്ടപ്പെട്ട് നല്ലതാണ്. ഇതിപ്പോൾ തികയൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ ഇത്ര എടുത്തോളൂ. ഇന്നലെ കടയിൽ സാധനം മേടിക്കാൻ ചെന്നപ്പം അവർക്കും വേണമെന്ന് പറയുന്നുണ്ട് ഒരു ഇത്. പക്ഷേ അത് തികയുമെന്ന് അറിയത്തില്ല. എന്നാലും അമ്മ നോക്കട്ടെ, ഒക്കുന്ന എടുക്കാം, അല്ലേ പിന്നെ ഓണമില്ലേ നമുക്ക് എടുത്തു കൊടുക്കാം. ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പം അമ്മ ഇത്ര എടുക്കുവേ. നല്ലതാട്ടോ, നിങ്ങളൊക്കെ എടുത്ത് കഴിക്കണം ഇത്. നമ്മൾ പിണ്ടികളൊക്കെ. പിന്നെ ഈ ചാമ്പപ്പൂവൻ്റെ പിണ്ടിയും നല്ലതാണ്. പിണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതിൻ്റെ ആയാലും എല്ലാ വാഴയുടെയും പിണ്ടി നല്ലതാണ്. ഏത്ത വാഴയുടെ എല്ലാം നല്ലതാണ്. ഇത് കുമ്പഴപ്പനായതാണ് കേട്ടോ കപ്പയ്ക്ക. ഇതാ ഇച്ചിരി കൂടെ നല്ലത്. നമുക്ക് ചന്തയിലൊക്കെ മേടിക്കാൻ കിട്ടുമല്ലേ, വിപണിയിലൊക്കെ ഉണ്ട് ഈ കപ്പയ്ക്ക. വീട്ടുകളിൽ ഇല്ലാത്തവരെ വിപണിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇച്ചിരി നേരത്തെ ജോലിയാണ്, എന്നാലും വേണ്ടിയല്ല, നമുക്ക് പ്രയോജനമുണ്ട് കേട്ടോ. മക്കളെ താണ്ട പിണ്ടി ആട്ടി അമ്മ കൊണ്ടുവന്ന് ആണ്ട കപ്പയ്ക്ക നല്ല വൃത്തിയായിട്ട് നല്ല ഒരു തരിയില്ലാതെ ആട്ടി റെഡിയാക്കി.
അപ്പോൾ ഇത് രണ്ട്. അപ്പോൾ ഇനി ഇഞ്ചി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ നൂല് കൊണ്ടേ ഈ നൂല് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കും. എടുക്കട്ടെ. താണ്ടേ പിണ്ടി നീരാട്ടോ. പിണ്ടി നീര് അമ്മ പിഴിഞ്ഞ് നീരെടുക്കുക കേട്ടോ. നല്ല തണുപ്പാട്ടോ. പിണ്ടി നീരിനെ അലുവ ഉണ്ടാക്കി കഴിച്ചാലേ നല്ല തണുപ്പാണ്. തിന്നുമ്പോൾ ഉണ്ടല്ലേ ഒരു പ്രത്യേകതയാണ്. അമ്മ തേങ്ങ ആട്ടിയതിൻ്റെ ലാസ്റ്റത്തെ പാലാട്ടോ അതൊഴിക്കുക. മക്കളെ വേണ്ട ഇനി അരിപ്പൊടി ഇടുക. ഇതിലോട്ടിട്ട് നമുക്കൊന്ന് കലക്കാം. നല്ല രീതിയിൽ ഈ പൊടി കലങ്ങണം കേട്ടോ. നല്ല രീതിയിൽ കലക്കിയെടുക്കണം. അതുകൊണ്ടമ്മ ഇതിനകത്ത് ഒരു ശരിയാക്കി കട്ട പിടിക്കാതെ. ഇനി നമുക്ക് കപ്പയ്ക്കായി വെക്കാം. ഇനി നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. നമുക്ക് അടപ്പേ വെക്കാം മക്കളെ. മുറ്റത്തെ മഴ കിടക്കുന്നതുകൊണ്ട് മുറ്റത്ത് വെക്കാൻ ഒക്കുന്നില്ല. ഇല്ലേ മുറ്റത്ത് വെക്കായിരുന്നു. എപ്പോഴാ മഴ പെയ്യുന്നതെന്ന് അറിയില്ല. മക്കളെ വേണ്ടേ ആയി വരുന്ന്. അപ്പോൾ നമുക്ക് ഒന്നാം പാലെടുത്തൊഴിക്കാം. ഒന്നാം പാലൊഴിക്കാം. വേണ്ടേ റെഡിയായി വരുക കേട്ടോ. വേണ്ടേ ഈ ഒന്നാം പാൽ നമുക്ക് ഒഴിക്കാം. അമ്മ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. മക്കളെ വേണ്ട കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും അങ്ങ് ഇടുക കേട്ടോ. ഏലക്ക പൊടിച്ചത് ഇടുക കേട്ടോ. അല്ല ചുക്കുപൊടി അമ്മ ഇടുവാന്നേ. അവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാൻ മക്കളെ. നമുക്ക് അത് അലുവ റെഡിയായി വരുന്ന നമുക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. അടെ പിണ്ടി അലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഇതുപോലെ 3 പാത്രമുണ്ട് കേട്ടോ. അപ്പോൾ മാണ്ട ഇത് വീഡിയോ കാണിച്ചതന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? ഒന്ന് കഴിച്ചു നോക്കെല്ലാവരും. നല്ലതാ കേട്ടോ. അമ്മ കുഴഞ്ഞു മക്കളെ, കുഴഞ്ഞമ്മ കേട്ടോ. ഇത്ര നേരമായി 6-7 മണിക്കൂറിനടുത്ത് ഇളക്കമായിരുന്നു. അതുകൊണ്ടേ അമ്മയ്ക്ക് സംസാരിക്കാൻ പോലും വയ്യ. മണി 11:30 കേട്ടോ. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിലേ ബൈ.